ആസ് യു റൈറ്റ്ലി സെഡ്, ലൈഫ് മുഴുവൻ സ്ട്രെസ്ഫുള്ളാണ്, എസ്പെഷ്യലി ഇൻ അവർ പാർട്ട് ഓഫ് ദ വേൾഡ്. ഒരു സായിപ്പിനോട് പറഞ്ഞ് ഇന്ത്യയിൽ എല്ലാവർക്കും തിരക്ക്, എല്ലാവർക്കും ഹോണടിയാണ്, പക്ഷേ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ സമയത്ത് എത്തത്തുമില്ല. ഇന്ത്യൻസ് ആർ ഓൾവേസ് ലേറ്റ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ്. എബ്രഹാം, ഞാൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല, പക്ഷേ അതാണ് എബ്രഹത്തിന് വേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോ, ഡോക്ടർക്ക് യു ക്യാൻ ഡു വെൽ, ഞാൻ അതിന് സന്നദ്ധമാണ്. അപ്പോൾ അങ്ങനെ ധൈര്യം തരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. ഫാമിലിക്ക് ഉണ്ടാകുന്ന വലിയൊരു ലോസിൻ്റെ ഇടയ്ക്കാണ് വേറൊരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനാവുന്നത്. ഡോക്ടറെ നാളെ എനിക്കൊരു ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് വരും എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ അത് ആ ആത്മധൈര്യം കൊടുക്കുക എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഒരു കടമയാണ്. ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഏറ്റവും നല്ലതൊരു സ്പർശനമാണ്. ഇത് ഡോക്ടർ ഒരു പേജിലും പേഷ്യൻ്റ് വേറൊരു പേജിലും വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. പലപ്പോഴും ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള അറ്റാക്കുകൾ, കേസുകൾ, വാക്ക് തർക്കങ്ങൾ, ഡോക്ടർമാരെ മർദ്ദിച്ചു, നേഴ്സുമാർ, ഇതിൻ്റെ എല്ലാം ഒരു പരിധിവരെ അവരുമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. നമസ്കാരം. ഇന്ന് ഹൃദയദിനം. ഈ ദിവസത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹൃദയങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരുവറും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു തീമിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? യൂസ് ആക്ഷൻ, ഹാർട്ട് ഫോർ യുവർ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് രണ്ട് വേർഷൻസ് അതിനകത്തുള്ളത്. ഒന്ന്, നമ്മളുടെ ഹൃദയത്തെ ആക്ഷനിലൂടെ ഹെൽത്തി ആക്കുക. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എക്സസൈസ്, വ്യായാമം, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെല്ലാം അതിലൂടെ വരും. രണ്ട്, യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സും നമ്മളുടെ എനർജിയും നമ്മുടെ ആരോഗ്യവും എല്ലാം സമൂഹത്തിലെ ഹൃദ്രോഗത്തെ തടയാൻ അല്ലെങ്കിൽ നിവാരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു ഇംപ്ലിക്കേഷനും അതിനകത്ത് വരുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നതാണ് ലോക ഹൃദയ ദിനം. ഓരോ വർഷവും ഓരോ തീംസാണ് നമ്മൾ എടുക്കുന്നത്. മിക്കവാറും എല്ലാ തീമും അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ കൈൻഡ് ഓഫ് ഫോൾ ഡൗൺ ഓൺ ടു വൺ എയിം, റിഡക്ഷൻ ഓഫ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഹാർട്ട് ഡിസീസ്. കാരണം നമുക്കറിയാം എന്തുമാത്രം ആളുകളാണ് ഹൃദ്രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷത്തെയും തീമിന് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ഹൃദ്രോഗത്തെ തടയുക. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് അപകടങ്ങൾ കൊണ്ടല്ല, ക്യാൻസർ കൊണ്ടല്ല, കാർഡിയോവാസ്കുലർ ഡിസീസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തീമിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, ഒരു ബിസി ഷെഡ്യൂളാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നത്. ഇങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് നമുക്ക് അവരുടെ ഹാർട്ടിനെ കെയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അവയർനെസ് പോലെ നമുക്ക് എങ്ങനെ പറയാം അവരോട്? ഹൃദ്രോഗം മറ്റു പല രോഗങ്ങളെ പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണല്ലോ. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന ചില ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന ചില അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾ ഉണ്ടാകുന്നത് ജീവിതശൈലി കൊണ്ടല്ല, എന്നിരുന്നാലും അസുഖങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത് പലപ്പോഴും നമ്മുടെ ജീവിതശൈലികൾക്കുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഡയബറ്റിസ്. ഈ ഡയബറ്റിസ് ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും വലിയ, എസ്പെഷ്യലി ഇൻ ഇന്ത്യ, ഡയബറ്റിസ് ആണ് ഇന്ത്യയിലെ ഹൃദ്രോഗ വർധനയ്ക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനെ നിയന്ത്രിക്കുക. ഇപ്പോൾ നമ്മളുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാനാവുമോ, നമുക്കൊരു ഹെൽത്തി ഡയറ്റിനെ നമുക്ക് ഫോളോ ചെയ്യാനാവുമോ, അല്ലെങ്കിൽ നമ്മുടെ വ്യായാമത്തിലൂടെ ഷുഗറിനെ നിയന്ത്രിക്കാനാവുമോ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷറാണ് ഹൃദ്രോഗത്തിന് വേറൊരു കാരണം. അവിടെ നമ്മുടെ സ്ട്രെസ്സ് വളരെയധികം ബാധകമാണ്. കാരണം നമ്മൾ വർക്ക് സ്ട്രെസ്സ്, നമ്മുടെ ലൈഫ് സ്ട്രെസ്സ്, ഡേ ടു ഡേ ലിവിങ്ങിൻ്റെ ഉണ്ടാകുന്ന ഔട്ട്സൈഡ് ഹൗസ്, ഇൻസൈഡ് ഹൗസ്. ആസ് യു റൈറ്റ്ലി സെഡ്, ലൈഫ് മുഴുവൻ സ്ട്രെസ്ഫുള്ളാണ്, എസ്പെഷ്യലി ഇൻ അവർ പാർട്ട് ഓഫ് ദ വേൾഡ്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ സ്ട്രെസ് എടുക്കുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു, എല്ലാ വ്യക്തികളും വളരെ സ്പീഡിലാണ് പോകുന്നത്, എല്ലാ വ്യക്തികളും ഹോൺ അടിക്കുന്നുണ്ട്, എല്ലാ വ്യക്തികൾക്കും ഓവർടേക്ക് ചെയ്യണം. പക്ഷേ ഓവർടേക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ആരെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിനകത്തുണ്ടാകുന്ന നമ്മുടെ മാനസിക സമ്മർദ്ദം തന്നെ ഒരു ജീവിതശൈലി രോഗത്തിന് വഴിതെളിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഡേ ടു ഡേ ലിവിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മളിപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിങ്, കൊളസ്ട്രോളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ
ശാന്തമാക്കാനുള്ള ഉപാധികൾ നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സഹജീവികളോടുള്ള സ്നേഹവും അനുകമ്പയും അവരോടുള്ള കൺസിഡറേഷനും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ സ്ട്രെസ് ലെവലിൽ ഭയങ്കരമായ വ്യത്യാസം വരും. അത് ദൈനംദിന ജീവിത രീതി തന്നെ, വേറൊരാൾക്ക് വേണ്ടി ഒരു നിമിഷം നിൽക്കാനുള്ളൊരു ക്ഷമ നമ്മൾക്കില്ല. വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിക്ക് ഒരു ബ്രേക്ക് ചവിട്ട് കൊടുക്കാൻ നമുക്ക് ക്ഷമയില്ല. എല്ലാവർക്കും തിരക്കാണ്. എന്നാൽ അത് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആരും സമയത്ത് ഒരു സ്ഥലത്ത് എത്താറുമില്ല. അത് ഒരിക്കൽ എന്നോട്, ഞാൻ UK-ലായിരുന്നപ്പോഴത്തേക്ക് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാഹിബിനോട് പറഞ്ഞു, ഇന്ത്യയിൽ എല്ലാവർക്കും തിരക്ക്, എല്ലാവർക്കും ഹോണടിയാണ്, പക്ഷെ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ സമയത്ത് എത്തത്തുമില്ല. ഇന്ത്യൻസ് ആർ ഓൾവേസ് ലേറ്റ് എന്ന് പറയുന്നത് അത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾ അവസാനം ഇറങ്ങും, എന്നിട്ട് അടിപൊളി എന്ന് പറയുന്നത് നമ്മൾ സമയത്ത് എത്താൻ ശ്രമിക്കും, വി ബിക്കം ലേറ്റ്. അതിനിടയ്ക്കുണ്ടാകുന്ന നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ തീർച്ചയായിട്ടും ബാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊരു ക്ഷമയോടുകൂടിയുള്ള, ബാക്കിയുള്ളവർക്കൊരു അവരുടെ സ്പേസും അവരുടെ സമയവും കൊടുത്തുകൊണ്ട് നാം പിൻവാങ്ങുന്നത് ജോയ് ഓഫ് ഗിവിംഗ് എന്ന് കിട്ടില്ലേ, വേറെ ആൾക്കൊരു സമയം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷമാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് റിലീവർ എന്ന് പറയുന്നത്. അത് നമ്മുടെ നമ്മളുടെ സമൂഹത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വലിയൊരു ശമനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗം നമ്മൾ ഈ വർഷത്തെ എയിമും അങ്ങനെയൊക്കെ തന്നെ, നാഷണൽ പ്ലാൻസ്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കുക, ക്യാമ്പുകൾ നടത്തുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഡോക്ടറോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് ഹൃദയങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരുപാട് ഹൃദയങ്ങൾ ഇപ്പോഴും താങ്കളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരുപാട് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും ഇമോഷണൽ ആയിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 1990 മുതൽ ഞാൻ ഹാർട്ട് സർജറി, ആദ്യം ഞാൻ ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് വെയിൽസിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം 1996 ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. കേരളത്തിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു. 1997 കേരളത്തിലെ ആദ്യത്തെ ബൈപ്പാസ് ശസ്ത്രക്രിയ പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ നിർവഹിക്കുന്നത്. അതിനുശേഷം 2003 കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതും മെഡിക്കൽ ട്രസ്റ്റിൽ വെച്ചിട്ടായിരുന്നു. 2008 ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ലിസി ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഞാൻ ലിസി ഹോസ്പിറ്റലിലാണ്. അതിനിടയിൽ ഏകദേശം ഒരു 24,000-ഓളം ഓപ്പൺ ഹാർട്ട് സർജറീസ് ചെയ്തിട്ടുണ്ട്. ആവറേജ് ഒരു 1000 സർജറീസ് an year. അതിലേറ്റവും കൂടുതൽ നമ്മൾക്ക് ശസ്ത്രക്രിയ എന്നുള്ള നിലയിൽ നമുക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ബൈപ്പാസ് സർജറിയോട് തുലനം ചെയ്യുമ്പോഴത്തെ അല്പം കൂടെ സർജിക്കൽ ടെക്നിക്ക് ഈസി ആയിരിക്കാം. പക്ഷേ അവിടെ നമ്മളൊരു ടൈം ബൗണ്ടായിട്ട് നമ്മൾ അവയവം എടുക്കാൻ പോകുന്നു, അവയവം കൊണ്ടുവരുന്നു, അവയവം കൃത്യസമയത്തിനുള്ളിൽ വേറൊരു വ്യക്തിയിൽ വെച്ച് പിടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ടൈം ബൗണ്ടായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു ഓർഗനൈസേഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ്, സർജിക്കൽ സ്കിൽ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. 2013 രണ്ടാമത്തെ ഒരു ബൗട്ട് ഓഫ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കേരളത്തിൽ തുടങ്ങുന്നത്. കാരണം 2003 ഞാൻ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴത്തേക്കും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് നമ്മുടെ കേരള അസംബ്ലിയിൽ പാസ്സാക്കിയിരുന്നില്ല. ഇപ്പോൾ 1996 പാർലമെൻറ്റിൽ പാസ്സാക്കിയിരുന്നു, ഇന്ത്യൻ പാർലമെൻറ്റിൽ. അതിന് 10 വർഷത്തിന് ശേഷം യൂണിയൻ ടെറിട്ടറീസുള്ള എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ അസംബ്ലിയിൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് ആ സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥിതികളനുസരിച്ച് അല്പം വ്യത്യാസപ്പെടുത്തി പാസ്സാക്കണമെന്നുള്ളതായിരുന്നു പാർലമെൻറ്റിൻ്റെ നിർദ്ദേശം. കേരളത്തിൽ അത് പാസ്സാക്കുമ്പോഴത്തേക്കും 2011, 2012 കാലഘട്ടങ്ങളിലാണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ സ്റ്റിൻറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ആരംഭിക്കുന്നത്. 2013 തോന്നുന്നു. അപ്പോൾ ഇതിനിടയിൽ ഏകദേശം 30ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ആദ്യത്തെ കേരളത്തിലെ ഹൃദയം ശ്വാസകോശം ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം നമുക്ക് നിർവഹിക്കാനായി. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഒരിക്കൽ ഹൃദയം മാറ്റിവെച്ച ഒരു വ്യക്തിക്ക് വീണ്ടും ഹൃദയം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്കുണ്ടായി. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്തത്, 2013. അപ്പോൾ ഗിരീഷിൻ്റെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2013 നടന്നത്, മാർച്ചിൽ.
അദ്ദേഹം വിപ്രോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഹാർട്ട് ഫെയിലിയറിലേക്ക് ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. മാർച്ചിൽ നമ്മുടെ 2013 ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹത്തിന് വിജയകരമായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസിനോടനുബന്ധമായിട്ട് മറ്റ് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജോയിൻറ്റിനെ ബാധിക്കുന്ന ആങ്കൈലോസിങ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നൊരു അസുഖമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത്രമാത്രം മനോധൈര്യമുള്ളൊരു പേഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഡോക്ടർമാരാണ് സാധാരണഗതിയിൽ രോഗികൾക്ക് ആത്മവിശ്വാസവും ധൈര്യമൊക്കെ പകർന്നു കൊടുക്കുന്നത്. പക്ഷേ ചില രോഗികൾ ഞങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ 2003 ചെയ്തപ്പോഴേ അബ്രഹാം എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ഹരിപ്പാട് ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പിന് പോയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ അദ്ദേഹത്തിന് ഒരു മാർഗമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ടേബിളിൽ മൊറീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, എബ്രഹാം, ഞാൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല, പക്ഷെ അതാണ് എബ്രഹാത്തിന് വേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോ, ഡോക്ടർക്ക് യു ക്യാൻ ഡു വെൽ, ഞാൻ അതിന് സന്നദ്ധമാണ്. അപ്പോൾ അങ്ങനെ ധൈര്യം തരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അതുപോലെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു ഈ ഗിരീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിരീഷിൻ്റെ ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഈസി ആയിട്ട് പോയി. അതിനുശേഷം ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹൃദയത്തിലൊരു വാൽവിന് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ വരികയാണ്, എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. അത് പതുക്കെ മാസങ്ങൾ കൊണ്ട് വീണ്ടും ഒരു ഹൃദയപരാജയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ICUവിൽ വെച്ച് തന്നെയാണ് പുള്ളിക്ക് ഒരു കാർഡിയക് അറസ്റ്റ് വരുന്നത്, ഈ രണ്ടാമത്തെ ഹൃദയവുമായിട്ട്. അവിടെ വെച്ച് തന്നെ നമ്മൾ ഏകദേശം ഒരു 40-45 മിനിറ്റോളം കാർഡിയോപൾമനറി റിസസിറ്റേഷൻ മസാജും ഒക്കെ കൊടുത്ത് വെന്റിലേറ്ററിലിട്ടിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിലരികെ പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഗിരീഷിൻ്റെ ഹാർട്ട് നമ്മൾ മാറ്റിവെച്ച ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മൾക്ക് അതിനൊരു പ്രതിവിധി കണ്ടെത്തണം. അപ്പോൾ ഗിരീഷ് വളരെ ലേണഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കുകയും ഒരു ഡോക്ടർ അത്രയും തന്നെ നോളജ് അദ്ദേഹത്തിന് തിയററ്റിക്കലായിട്ട് അസുഖങ്ങളെപ്പറ്റിയും ചികിത്സകളെപ്പറ്റിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ശസ്ത്രക്രിയ വേറൊരു ശസ്ത്രക്രിയ കൂടി നമുക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഡോക്ടർ, എനിക്കറിയാം 2 ശസ്ത്രക്രിയകളല്ലേ ഡോക്ടർ എനിക്ക് ഓപ്ഷൻ തരാൻ പോകുന്നു. ഒന്ന് വാൽവ് മാറ്റിവെക്കുക, ഇൻഫെക്ഷൻ വന്ന വാൽവ് മാറ്റിവെക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. പക്ഷേ ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് രണ്ടാമതൊരു വാൽവ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ എനിക്ക് രണ്ടാമതൊരു ഹൃദയം മാറ്റിവെച്ച് തന്നാൽ മതിയായിരുന്നു. അപ്പോഴും ഞാൻ ഗിരീഷിനോട് പറയുന്ന വാക്ക്, ഇന്ത്യയിൽ ആരും ഒരു ഹൃദയം മാറ്റിവെച്ച ആൾക്ക് വേറൊരു ഹൃദയം മാറ്റിവെച്ച ഒരു ഹിസ്റ്ററി ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾക്കിപ്പോൾ ഒരു അർജൻറ്റ് സിറ്റുവേഷനിലാണ്, ഒരു ഹൃദയം വേണം. ഹൃദയം നമുക്കറിയില്ല, നമുക്ക് വെറുതെ കിഡ്നി എടുക്കുന്ന പോലെ ഒരാളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതല്ല. ഒരു മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരു വ്യക്തി ഹൃദയം ദാനം ചെയ്യാനായിട്ട് തയ്യാറാകണം. ആ വ്യക്തിയുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പും ഗിരീഷിൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പും ഒന്നാകണം. അതിൽ ക്രോസ് മാച്ചിങ്ങിൽ മിസ്മാച്ച് ഉണ്ടാകാനാവില്ല. അതുപോലെ ആ ഡോണറുടെ ബോഡി വെയ്റ്റും ഗിരീഷിൻ്റെ ബോഡി വെയ്റ്റും ഏകദേശം തുല്യമായിരിക്കണം. അതുപോലെ ഡോണറുടെ ഹൃദയം എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ ഗിരീഷിൻ്റെ ശരീരത്തിൽ അത് വെച്ച് പിടിപ്പിക്കണം. അങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ നമുക്കുണ്ട്. അതെല്ലാം ഒരുമിച്ച് വരാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കാർഡിയക് അറസ്റ്റ് വരികയാണ്. ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം ആദ്യത്തെ കാർഡിയക് അറസ്റ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കാർഡിയക് അറസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാ പ്രതീക്ഷകളും കൈവിട്ടു. അപ്പോൾ ഞങ്ങളുടെ ടെക്നീഷ്യൻസും അനസ്തെറ്റിസ്റ്റും എല്ലാവരും വീണ്ടും ബെഡ് സൈഡിൽ വരുന്നു, മസാജ് ചെയ്യുന്നു, വെന്റിലേറ്ററിൽ വെക്കുന്നു. ഏകദേശം വീണ്ടും ഒരു 30-35 മിനിറ്റോളം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഗിരീഷ് അതോടുകൂടി നമ്മളുടെ ഇന്ന് പോയെന്ന്. അപ്പോൾ ഞാൻ ആ സ്ഥലത്തുനിന്ന് വന്ന് ടീമിനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ റൂമിൽ വന്നിരുന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അനസ്തെറ്റിസ്റ്റ് വന്ന് പറഞ്ഞ്, ഗിരീഷ് നമ്മൾ റിവൈവ് ചെയ്തു. അതുകൂടാതെ സാറേ വേറൊരു ഗുഡ് ന്യൂസോടെ ഉണ്ട്. ഗിരീഷിൻ്റെ അതേ ഗ്രൂപ്പിലുള്ള ഒരു ഡോണർ എറണാകുളത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓർഗൻ തരാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് പറയല്ല, അത് സംസ്ഥാന ഗവൺമെൻറ്റിനൊരു സോട്ടോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, കേരള സ്റ്റേറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അവരെ അറിയിക്കുകയും അവർ അപ്പോൾ നമ്മളുടെ ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അങ്ങനെ ആ കൃത്യസമയത്ത് തന്നെ ഒരു യുവാവ്, ഒരു 18 വയസ്സുള്ളൊരു യുവാവായിരുന്നു, അദ്ദേഹത്തിന് ഫാദർ നഷ്ടപ്പെട്ടു. അവരുടെ കഥ വേറൊരു വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. നമ്മൾ വിജയകരമായിട്ട് ഹൃദയം മാറ്റിവെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഹൃദയം കൊടുക്കുന്ന വ്യക്തി അവരുടെ അകാലത്തിലുള്ള അപകട മരണങ്ങൾ
അൺഎക്സ്പെക്റ്റഡ് ഒരു ഫാമിലിക്ക് ഉണ്ടാകുന്ന വലിയൊരു ലോസിൻ്റെ ഇടയ്ക്കാണ് വേറൊരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനാവുന്നത്. അപ്പോൾ വിതിൻ 4 hours ടൈം ഈ ഹാർട്ട് എടുത്ത് ഗിരീഷ് നമുക്ക് രണ്ടാമത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്താനായി. അതിപ്പോൾ ഗിരീഷ് 11 വർഷമായിട്ട് ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു ജീവിതം വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിൻ്റെ ഒരു അവയവദാനം എന്നുള്ള ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന മഹത്തായ ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ആർക്കും എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ, എവിടെ നിന്നോ ദൈവം ഞങ്ങളെ കൈപിടിപ്പിച്ച് വിജയകരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചു. അതുപോലെ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഗിരീഷിൻ്റെ കാര്യം ഞങ്ങൾ ഒരിക്കലും മറക്കാനാവുന്നതല്ല. കാരണം അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിന് രണ്ടാമതൊരു ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ചരിത്ര സംഭവം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന ഒരു പേഷ്യൻറ്റും ഒരു സംഭവം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഗിരീഷ് എന്ന് പറഞ്ഞ ആള് ഡോക്ടർക്ക് മനോധൈര്യം തന്നിട്ട് ഇതിനു വേണ്ടി തയ്യാറായി. പക്ഷേ ഈ ഹൃദയ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോഴേ പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ ഭയമുള്ള ആളുകളോട്, ഈ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന ഭയമുള്ള ആളുകളോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഹൃദയ ശസ്ത്രക്രിയ മാത്രമല്ല, ഏത് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയമാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഭയം. തീർച്ചയായും. അപ്പം ഞാൻ ചിലപ്പോൾ ചില പേഷ്യൻസിനോട് പറയും, നിങ്ങൾ ഒക്കെ ഭയമുണ്ടെന്ന് പറയും. ഇപ്പം എന്നോട് ഡോക്ടറെ നാളെ എനിക്കൊരു ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് വരും എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ അത് ആ ആത്മധൈര്യം കൊടുക്കുക എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഒരു കടമയാണ്. ഹെൽത്ത് ടീം ഡോക്ടറെയൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടർമാർ കൊടുക്കുന്ന ഒരു മനോധൈര്യം വളരെ വലുതാണ്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഈ പേഷ്യൻസ് ഹാർട്ട് സർജറി എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി അബദ്ധധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് എനിക്കൊരു ഹാർട്ട് സർജറി ഇത്രയും ബ്ലോക്ക് ഉണ്ട്, സർജറി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടും മിത്രങ്ങളായിട്ടും നാട്ടിലെ പ്രമാണികളായിട്ടും അദ്ദേഹത്തോട് അഭിപ്രായങ്ങൾ പറയുക. അങ്ങേപ്പുറത്തെ ആ പുള്ളിക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇതുവരെ പുള്ളി കിടപ്പിൽ എഴുന്നേറ്റിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങേർക്കൊരു ബൈപ്പാസ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ജോലിയെല്ലാം തീർത്ത് വീട്ടിരിക്കുന്നു. ഇതുപോലത്തെയുള്ള അനിഷ്ട സംഭവങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ സമൂഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്നാൽ നല്ല കാര്യങ്ങൾ, നമ്മൾ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് നടക്കുന്ന ഒരാളെ നമ്മൾ കാണാറുണ്ടോ? കാണാറുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം നമ്മളോട് പറയത്തില്ല എൻ്റെ ഹാർട്ട് പക്ഷേ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ വെറുതെ ഒരു വീക്കായിട്ട് കിടക്കുന്നു, എന്ത് പറ്റി? ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വഴിയിൽ കൂടെ എന്തോരം വണ്ടികൾ പോകുന്നു. ഒരു മിനിറ്റിൽ നമ്മളോട് നിന്ന് കഴിഞ്ഞാൽ ആ മെയിൻ റോഡിൽ കൂടെ ഒരു 1000 വണ്ടി പോകും. അത് ആ വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ഒരു അപകടം വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. വെൻ ദർ ഇസ് ആൻ ആക്സിഡൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് 1000 വണ്ടികൾ കടന്നു പോകുമ്പോഴായിരിക്കും ഒരു അപകടം ഉണ്ടാകുന്നത്. ആ അപകടത്തെ നമ്മളെ പെരുപ്പിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാനാവില്ല. ദർ ഇസ് ആക്സിഡൻസ് ഇൻ എവറി വാക്ക് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏത് തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ എത്ര പേരുടെ തീരുമാനങ്ങളാണ് 100% റൈറ്റ് ആയിട്ടുള്ളത്? അപ്പോൾ എനിവേ ദർ ഇസ് എ റിസ്ക് ഇൻവോൾവ്. പക്ഷേ റിസ്ക് ഓഫ് ഓപ്പറേഷൻ വിൽ ബി മച്ച് ലോവർ ദാൻ റിസ്ക് ഓഫ് നോട്ട് ഡൂയിങ് ദ ഓപ്പറേഷൻ. ഈ ഹൃദ്രോഗത്തിലെ ബ്ലോക്കുകളുമായിട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു ഹൃദയാഘാതം വന്ന് നിങ്ങൾക്ക് മരണപ്പെടാൻ സാധ്യതയില്ലേ എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് അല്ലേ നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. അപ്പോൾ രോഗികളെ വിളിക്കുന്നു, അവരെ ഇരുത്തുന്നു. എത്രയോ രോഗികൾ ഭയപ്പാടോടുകൂടി എൻ്റെ കസേരയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയുകയും അവരുടെ ഹൃദയത്തിൻ്റെ ആ ബ്ലോക്കുകൾ കാണിച്ചു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് പറയുകയും അതിൻ്റെ റിസ്ക്, അതിൻ്റെ ബെനിഫിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസും വില്ലിങ് ആവും. അവർക്ക് ആത്മധൈര്യം കൊടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 100 പേരുടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഞെട്ടും. ഞാൻ 100 പേരുടെ ഓപ്പറേഷൻ ചെയ്ത് 99 പേർക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഹാപ്പിയായി. അപ്പോൾ വി ഹാവ് ടു പുട്ട് പോസിറ്റീവ് തിങ്സ് ഇൻ ടു ദർ മൈൻഡ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു മാസം 100 സർജറീസ് ഈ ഹോസ്പിറ്റലിൽ തന്നെ നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി, അപ്പൻഡിസെക്ടമി ഒന്നുമല്ല. അത്രമാത്രം ഓപ്പറേഷൻ വിജയകരമായിട്ട് നടക്കുന്ന ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ എത്രയോ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഭയപ്പാടെല്ലാം മാറ്റാനും ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ ചെയ്യുന്ന എന്ത് പ്രക്രിയയാണെങ്കിലും അതേ രൂപത്തിൽ തന്നെ വീണ്ടും തുടരാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസവും ആ രോഗികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വില്ലിങ് ആവും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് തന്നെ എപ്പോഴും ശ്രദ്ധ ചെലുത്താറുണ്ട്. അവരെ കൺവിൻസ്ഡ് ആക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ. ഒരുപക്ഷെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായിരിക്കും ഞാൻ പേഷ്യൻസിൻ്റെ
അടുത്ത ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം. കാരണം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എവറിത്തിങ് ഹാപ്പൻസ് ഓൺ ഇറ്റ്സ് ഓൺ. അതുകൊണ്ട് അതാണ് പേഷ്യൻസിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ഭയപ്പാട് മാറ്റാനുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ആത്മവിശ്വാസം കൊടുക്കാനുള്ള ഒരു ടൈം. ഇപ്പോൾ ഡോക്ടേഴ്സിനും സമയമില്ലല്ലോ, പേഷ്യൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈമില്ല. ആ ടൈം അതാണ് നമ്മൾ മാറ്റുന്നത്. നമ്മളിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറായി, ഇൻഫർമേഷൻ നമ്മൾ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ ഫോട്ടോ മുതൽ അദ്ദേഹത്തിൻ്റെ ഹോൾ ബോഡി നമുക്ക് സ്കാൻ വരെ കിട്ടും. പിന്നെന്തിനാ ഞാൻ പേഷ്യനോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരുടെ പലരുടെയും ചിന്ത. പക്ഷേ ഡോക്ടർ നമ്മളിങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ വന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അബ്സല്യൂട്ട്ലി ആശ്വാസം. നമ്മൾ അവിടെ പോയിരുന്ന ബെഡ് സൈഡിൽ ഇരുന്ന പേഷ്യൻ്റെ കൈ പിടിക്കുക, തോളത്തും തട്ടുക, സുഖമാണോ, ഇന്നയാളെ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിരുന്നു, ഇതുപോലത്തുള്ള ചില വാക്കുകൾ മതി. നമ്മൾ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഏറ്റവും നല്ലതൊരു സ്പർശനമാണ്, ടച്ച്, ഹീലിംഗ് ടച്ച് എന്ന് നമ്മൾ പറയും. നമ്മളെപ്പോഴും ഞാൻ ഈ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ കോൺവൊക്കേഷന് പോകുമ്പോൾ അവർ പറയുന്നത് പേഷ്യൻ്റ് ആൻഡ് ദ ഡോക്ടർ ഷുഡ് ബി ഓൺ ദ സെയിം പേജ് ഓഫ് ദ ബുക്ക്. ഇത് ഡോക്ടർ ഒരു പേജിലും പേഷ്യൻ്റ് വേറൊരു പേജിലും വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. പലപ്പോഴും ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള അറ്റാക്കുകൾ, കേസുകൾ, വാക്ക് തർക്കങ്ങൾ, ഡോക്ടർമാരെ മർദ്ദിച്ചു, നഴ്സുമാർ, ഇതിൻ്റെ എല്ലാം ഒരു പരിധിവരെ അവരുമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെ മനസ്സിലാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധി ഇതാണ്, പരിമിതി ഇതാണ്, ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് കൺവിൻസ്ഡ്. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, എന്നിരുന്നാലും പലപ്പോഴും നമുക്ക് അവരുമായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് നന്നായി ചെയ്ത് കഴിയുമ്പോൾ തന്നെ പേഷ്യൻസിന് വിശ്വാസം വരും, ഡോക്ടർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ലെഫ്റ്റ് ടു അസ്, ഇഫ് സംതിങ് ഗോ റോങ് ഇറ്റ് ഈസ് എ ഫെയ്റ്റ് എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പേര് എനിക്കെൻ്റെ ഓർമ്മയിലുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ഹെലികോപ്റ്റർ വഴി ഹൃദയം കൊണ്ടുവന്ന ഒരു ന്യൂസ് നമ്മൾ ടി വിയിൽ ഫുൾ ടൈം അതിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് എത്തിയോ, നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വേണ്ടി ഹൃദയം കൊണ്ടുവരുന്നു, അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുടെ പേരിങ്ങനെ ടി വിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഡോക്ടറെ ആ സമയത്ത് ഡോക്ടറിൻ്റെ ഒരു ഡോക്ടറെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ഡോക്ടറിൻ്റെ ഒരു കയ്യിലേക്കാണ് ഹൃദയം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഡോക്ടർ എല്ലാവരും ഇങ്ങനെ ഡോക്ടർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു. ആ ടി വി അന്ന് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ആളുകളൊക്കെ. അപ്പോൾ ഒരു സാഹസികത നിറഞ്ഞ പ്രൊഫഷനാണ് ഡോക്ടറെ സംബന്ധിച്ച് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇതിൽ എത്രമാത്രം ഡോക്ടർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയുന്നു, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നു? അത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇങ്ങനെ ഹൗ യു ബിക്കെയിം സോ കറേജിയസ് ടു ഡു ദാറ്റ്. കാരണം അതൊരു ടി വിയിൽ ലൈവായിട്ട് വരും എന്നുള്ളൊരു ചിന്തയോട് കൂടിയല്ല നമ്മളിത് ആരംഭിക്കുന്നത്. കാരണം അന്ന് മാത്യു എച്ചാടൻ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റെ കാര്യമാണ് ഇപ്പം സ്നേഹ പറയുന്നത്. ഈ മാത്യു എച്ചാടൻ എന്ന് പറയുന്നത് നമ്മുടെ വാർഡിൽ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഓൾമോസ്റ്റ് ഫേസിങ് ഡെത്തായിട്ട് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്നു. അപ്പം ആ കാലഘട്ടങ്ങളിൽ തന്നെ കുറച്ച് റോഡ് ആംബുലൻസ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസ് ആക്സിഡൻറ്റിൽ ഡ്രൈവറും പേഷ്യൻസും മരിക്കുന്ന ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള അന്ന് ഇളങ്കോവൻ എന്ന് പറഞ്ഞൊരു IAS ഓഫീസറായിരുന്നു, ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എയർ ആംബുലൻസിനെ പറ്റി ഒരു ഡിസ്കഷൻ ഒന്ന് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ടി വിയിൽ എയർ ആംബുലൻസിൻ്റെ ആവശ്യകത അന്ന് എയർ ചെയ്തിരുന്നു. അപ്പോൾ ഹെൽത്ത് സെക്രട്ടറി എറണാകുളത്ത് വന്ന് ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ വിളിച്ച് എയർ ആംബുലൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചു. എയർ ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും, ടൈം പെട്ടെന്ന് നമുക്ക് പേഷ്യൻറ്റിനെ മൂവ് ചെയ്യാം, അവയവങ്ങളെ മൂവ് ചെയ്യാം, ഡോക്ടർമാരെ മൂവ് ചെയ്യാം ത്രൂ എയർ. അതിനെപ്പറ്റിയുള്ള ഒത്തിരി ഡിസ്കഷൻസ് നടന്നിരുന്ന സമയത്താണ് അച്ചാടൻ്റെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു പെട്ടെന്ന് നമുക്കറിയാം, നമുക്ക് അവയവം കിട്ടുന്നത് എറണാകുളത്ത് നിന്ന് ആയിരിക്കണം എന്നല്ല. ഇറ്റ് ക്യാൻ ബി ഫ്രം ട്രിവാൻഡ്രം, ഇറ്റ് ക്യാൻ ബി ഫ്രം കാലിക്കറ്റ്, ഓർ ഇറ്റ് ക്യാൻ ബി ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓൾസോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹൃദയം ആ ദാതാവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ സ്വീകർത്താവിൽ അത് സ്റ്റിച്ച് ചെയ്ത് സ്പന്ദിപ്പിക്കണം. അപ്പോൾ അത് എടുക്കാൻ നമുക്കൊരു 1/2 hour 45 minutes എടുക്കും, പിടിപ്പിക്കാൻ ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ തന്നെ നമുക്ക് 2 മണിക്കൂർ പോയി. പിന്നെ ഉള്ളത് ആകെ 2 മണിക്കൂറേ ഉള്ളൂ അവയവം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ 2 മണിക്കൂർ കൊണ്ട് നോ വേ. ഏത് ആംബുലൻസിൽ വന്നാലും പാതിരാത്രി വന്നാലും ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 3 hours. അപ്പോൾ നമ്മുടെ ടൈം ഫ്രെയിം കൊണ്ട് തീരുകയാണ്. മാത്രമല്ല നമ്മൾ പോകുന്നു, എടുക്കുന്നു, യാത്ര ചെയ്യുന്നു, തിരിച്ചു വരുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. ഇതൊന്നും നമുക്കൊരു ഇൻഹ്യൂമൻ ആക്റ്റാണ്. ഇതെല്ലാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീമിനെ കൊണ്ട് ചെയ്യാനാവില്ല. കാരണം ഇത് സോ സ്ട്രെസ്ഫുൾ.
അപ്പം അങ്ങനെയാണ് ഈ നേവി ആയിട്ടുള്ളൊരു ബന്ധം ഞാൻ സ്ഥാപിക്കുന്നു. അവിടുത്തെ ഒരു കമാൻഡറുമായിട്ട് സ്ഥാപിച്ചു. അപ്പോൾ അവർ ഹെലികോപ്റ്ററിനെ പറ്റി പറഞ്ഞു. 2 തരം ഹെലികോപ്റ്ററുണ്ട്, സിംഗിൾ എഞ്ചിനുണ്ട്, ട്വിൻ എഞ്ചിനുണ്ട്. സിംഗിൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ മാത്രമേ പറ്റത്തുള്ളൂ. ദാറ്റ് ക്യാൻ ലാൻഡ് എനിവെയർ. ബട്ട് ഡ്യുവൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഓൺ എ ഹെലിപാഡ്. അങ്ങനെയുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ആ സമയത്താണ് ശ്രീജിത്ത് റായൽ ഇങ്ങനെ ഒരു നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന ഒരു 46 വയസ്സുള്ള ഒരു അഡ്വക്കേറ്റാണ്. ബ്രെയിൻ ഹെമറേജ് വന്നിട്ട് മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഹൃദയം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അച്ചാടൻ ഇവിടെ ഹൃദയത്തിനായിട്ട് കാത്തിരിക്കുന്നു. ആ സമയത്ത് ഞാൻ നേവിയെ കോണ്ടാക്ട് ചെയ്യുന്നു. ഒരു കമാൻഡറുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് തരാം, പക്ഷേ അതിന് സെൻട്രൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ പെർമിഷൻ വേണം, നേവിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയോ 9 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കമാൻഡർ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ഷെഡിലാണ്, ഡ്യുവൽ എഞ്ചിൻ ഹെലികോപ്റ്റർ ഇവിടെ ഇല്ല. പക്ഷെ നാളെ രാവിലെ ഞങ്ങളൊരു 8 മണിക്ക് ഞങ്ങളൊരു ഹൈ ലെവൽ മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഡിസിഷൻ എടുത്ത് ഡോക്ടറോട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ടു ലേറ്റ്, കാരണം ഏത് സമയത്തും ആ വ്യക്തി മരിക്കാം, ഹൃദയം നിശ്ചലമാകാം, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിക്കുന്നു. അന്ന് കളക്ടറായിരുന്നു ഇവിടെ രാജമാണിക്യം, അദ്ദേഹം ഉണ്ടായിരുന്ന. ഹൈബീഡിനെ വിളിച്ചു, ചീഫ് മിനിസ്റ്ററെ വിളിക്കുന്നു. പുള്ളി വളരെ ആക്റ്റീവായിട്ട് രാത്രി 12 മണിക്ക് എന്നെ പുള്ളി തിരിച്ച് വിളിച്ചിട്ട് പറയും, ഡോക്ടറെ ഞാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്, രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണം, ഐ എം ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം ഇവരുടെ നേവിയിലെ മീറ്റിംഗ് ഓടിയിട്ട് അവസാനം പറഞ്ഞ്, ഞങ്ങൾ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് തരാനാവില്ല, പക്ഷേ ഡോർണിയർ എന്ന് പറഞ്ഞ അവരുടെ എയർക്രാഫ്റ്റ് ഉണ്ട്, 60 വർഷത്തെ പഴക്കമുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്, റഷ്യൻ മെയ്ഡ് തിങ്. അതാണ് നമ്മൾ പലപ്പോഴും ഇതിലൂടെ ഇപ്പോൾ ഈ ഡോർണിയർ തരാം, അതാകുമ്പോൾ ഡോക്ടർക്ക് 6 പേർക്ക് പോകാം, എന്ത് വേണമെങ്കിലും. ഇപ്പം ഞങ്ങൾ ഐസ് ബോക്സ് വേണം, ഞങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം, ഹെവി ലോഡുണ്ട്, അതൊന്നും ഈ സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ക്യാരി ചെയ്യത്തില്ല, ഒരു പാസഞ്ചറെ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ ഡോർണിയർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോർണിയറിലാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോകുന്നത്. ഒത്തിരി അൺപ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, കാരണം അതിന് മുമ്പ് നടക്കാത്തൊരു സംഭവമാണ്. 2015 സെപ്റ്റംബർ 15 മറ്റായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ലാൻഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴാണ് ചില മാധ്യമങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി വളരെ സ്വകാര്യമായിട്ട് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കാരണം ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു തീർച്ചയുമില്ല. അപ്പോൾ ഈ മാധ്യമങ്ങളെ കാണാതെ ഞങ്ങൾ തന്നെ ഒരു കാറിൽ പെട്ടെന്ന് ശ്രീത്തലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെയും ഉണ്ട് ഒരു വലിയ മാധ്യമ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടെ, ഞാൻ നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടുന്ന് നമ്മളുടെ KS ഓട്ടോയുടെ ചെയർമാൻ ഡോക്ടർ നോബിൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഒരു ബൈറ്റ് കൊടുക്കണം. അപ്പം ഞാൻ പറയും, നമ്മൾ ഡോണറെ കണ്ടിട്ടില്ല, ഡോണറുടെ ഹാർട്ട് എടുക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ, ഇതൊന്നും അറിയാതെ നമ്മൾ എന്താണ് പറയുക. അല്ല, ഡോക്ടർ പിന്നെ അവയവം ദാനം ചെയ്യാനായിട്ട് അവർ കുടുംബം കാണിച്ച സന്നദ്ധതയ്ക്ക് ഒരു നന്ദി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നന്ദി പറഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറുകയാണ്. പല പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു, ഹാർട്ട് എടുക്കണമോ വേണ്ടയോ, അതിനിടയ്ക്ക് ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വളരെ ലേറ്റായിട്ട് ഏകദേശം എനിക്കൊന്ന് ഒരു 6 മണിയാകുമ്പോഴാണ് അവിടുന്ന് ഹാർട്ടുമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അവർ സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രാർത്ഥനകളൊക്കെ ആയിട്ടാണ് ഞങ്ങളെ പറഞ്ഞയക്കുന്നത്. ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഏകദേശം 7 മണിയായി. അപ്പോൾ നമ്മുടെ നേവൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് 3 മിനിറ്റ് കൊണ്ടാണ് MG റോഡ് കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ ചെയ്തു, ഗ്രീൻ കോറിഡോർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹാർട്ട് മാറ്റി വയ്ക്കുക. രാവിലെ 2 മണിയായി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്. ആ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് എൻ്റർ മീഡിയ ഈസ് ലൈവ് ടെലികാസ്റ്റിംഗ് ഇറ്റ് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ടെൻഷനായി. കാരണം ഈ ട്രാൻസ്പ്ലാന്റേഷൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ അറിയാമല്ലോ, നമ്മൾക്കൊരു വിജയിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ അപ്രീസിയേറ്റ് ചെയ്യും, പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും വേറൊരു ആംഗിളിലായിരിക്കും നമുക്ക് ക്രിറ്റിസിസം വരിക. ഏക്കാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അത് വിജയകരമായിട്ട് ഇപ്പോഴും മാറ്റി വെച്ചാടൻ വളരെ സന്തോഷത്തോടെ ആഫ്റ്റർ മെനി ഇയേഴ്സ്, ഓൾമോസ്റ്റ് 10 വർഷം ആകുമ്പോൾ, തീർച്ചയായിട്ടും അത് നമ്മളുടെ സമൂഹം, അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹം ഞങ്ങൾക്ക് തന്ന വലിയൊരു ആക്സെപ്റ്റൻസും അക്നോളജ്മെൻറ്റും ആയിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വഴിക്കടെ പോരുമ്പോഴത്തേക്കും എല്ലാ ആളുകളും വഴിയുടെ സൈഡിൽ നിന്ന്, MG റോഡിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒത്തിരി ഇൻകൺവീനിയൻസ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. വണ്ടികൾ മാറ്റുന്നു, ഇതെല്ലാം സഹിച്ചും ത്യജിച്ചുമെല്ലാം നമ്മുടെ ആ മിഷന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം മുഴുവൻ പ്രവർത്തിച്ച ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സംസ്ഥാനത്തിലെ ആളുകൾക്കുമാണ്. ഞങ്ങളതിനൊരു ഉപാധിയായെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഈ ശസ്ത്രക്രിയയ്ക്കൊക്കെ ശേഷം എല്ലാം ഓക്കെ ആയി ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ ഡോക്ടറെ കാണാനായിട്ട് എന്തായാലും വരുമല്ലോ. അപ്പം അങ്ങനെ വന്ന് അവർ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുമ്പോൾ ഒരു ഫീൽ എന്താണത്? അതിങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട് എത്രയോ വർഷങ്ങളായി. കാരണം ഒത്തിരി ആളുകൾ വരുന്നു, പലപ്പോഴും
പേഷ്യൻസിൻ്റെ പരാതി ഡോക്ടറെ ഓപ്പറേഷൻ്റെ സമയത്ത് തിയേറ്റർ വെച്ച് കണ്ട് പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്നെ കാണാം. ഇപ്പം തന്നെ ഒത്തിരി പേഷ്യൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്. പലപ്പോഴും നമ്മൾ എല്ലാ ദിവസവും 4-5 സർജറി ചെയ്യുന്ന കാരണം ഈ പേഷ്യൻസിൻ്റെ ഫോളോ അപ്പ് അത്രമാത്രം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റാറില്ലെങ്കിലും ആരെങ്കിലും പലരും ഫോൺ നമ്പർ കളക്ട് ചെയ്ത് ഡോക്ടറെ എനിക്ക് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് 12 വർഷമായി. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൊതു ചടങ്ങിന് പോവുകയാണ്, ഒരു മീറ്റിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോകുന്നു. ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണും ഒരു 3-4 പേര് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തവരെ. അപ്പോൾ ഓടി വന്നിട്ട് പറയും ഡോക്ടറിനെ ഓപ്പറേറ്റ് ചെയ്തതാണ്, 8 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, ഐ എം ഡൂയിങ് വെൽ, തിരിച്ച് ജോലിക്ക് പോയി, മിഡിൽ ഈസ്റ്റിൽ പോയി. അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അതിപ്പോൾ ബൈപ്പാസ് മാത്രമല്ല, എത്രയോ ഡോക്ടർമാരെല്ലാവരും നമ്മൾ ചികിത്സിക്കുന്നവർ അവർ അസുഖം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ആദരവൊക്കെ അതൊക്കെ നമുക്ക് അതിനൊന്നും വില കൊടുക്കാനാവില്ലല്ലോ. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. അതാണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറെ ഹൃദയങ്ങളുടെ ഡോക്ടർ എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് ഹൃദയങ്ങൾ താങ്കളിലൂടെ മിടിച്ചിട്ടുണ്ട്. ആ ഹൃദയത്തോടൊപ്പം ആളുകളൊക്കെ താങ്കളുടെ പേരും ചേർത്ത് വെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനിയും ഒരുപാട് പേർക്ക് പുതുജീവൻ നൽകാൻ ഡോക്ടർക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.